ഫ്രണ്ട്സ്, ഞാനിന്ന് പുതിയൊരു അച്ചാറാണ് ഇടുന്നത്. കാര്യം ഈ സമയത്ത് നമുക്ക് ഒത്തിരി പുളിയുണ്ട്. ചെമ്മീൻ പുളി എന്ന് പറയും, ചില നാട്ടിൽ ഇരുമ്പും പുളി എന്ന് പറയും. അപ്പോൾ നമ്മൾ ചെമ്മീൻ പുളി എന്ന് പറയാം, രണ്ടും പറയാം. അപ്പോൾ അത് ഇത്തിരി ഒന്ന് അച്ചാറിടാനാണ് അച്ചാറിലിടും. ഇത് പുളി നമ്മൾ തിളച്ച വെള്ളത്തിലിട്ട് തോർത്തിയെടുത്തിരിക്കുവാണ്. എന്നിട്ട് അത് കഴിഞ്ഞ് അത് പൊളന്ന് അതിൻ്റെ അകത്തുള്ള കുരു എടുത്ത് മാറ്റണം. ഇല്ലെങ്കിൽ നമ്മൾ അച്ചാറിടുമ്പോൾ ആ കുരു മേലിലോട്ട് പൊങ്ങി നിൽക്കും. അതൊരു അഭംഗിയുമാണ്, അതുപോലെ ഒരു സുഖം തോന്നില്ല. അതുകൊണ്ട് അതങ്ങനെ 4ആയിട്ട് കീറി എടുത്ത് വെച്ചിരിക്കുവാണ്. ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇത് പച്ചമുളക്, വേപ്പില, അതാണ്. ഇത് മഞ്ഞൾ, കാശ്മീരി മുളക്, സാദാ മുളക്, കടുക്, ഉലുവ, കായം, ഉപ്പ്. അപ്പോൾ നമുക്ക് സ്റ്റൗ കത്തിക്കാം. ഒഴിച്ച് കൊടുക്കുകയാണ്. ചട്ടി ചൂടായിട്ടുണ്ട്. കുറച്ച് ഓയിലൊഴിച്ചാൽ മതി. കാര്യം നമ്മൾ അത് ഒന്ന് പുഴുങ്ങി വേവിച്ച് വെച്ചിരിക്കുന്ന കാരണം ഒത്തിരി എണ്ണ വേണ്ട, അതിനാണ് അങ്ങനെ എടുക്കുന്നത്. ഉലുവായിട്ട് കൊടുക്കുവാണേ. പുളി കുറച്ചേ ഉള്ളൂ, അത് കാരണം കുറച്ച് ഉലുവായിട്ടുള്ളൂ. പച്ചവളം ഇട്ട് കൊടുക്കുവാണേ. അത് കഴിഞ്ഞ് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇരുന്ന കൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തത്. കാര്യം അല്ലെങ്കിൽ ഇഞ്ചി അരിഞ്ഞ് വെളുത്തുള്ളിയും അരിഞ്ഞെടുത്തിട്ട് മൂപ്പിച്ചിടുമ്പോൾ അച്ചാറിടുമ്പോൾ ഒരു ഭംഗിയുണ്ടാവും. ഈ പുളി അച്ചാറായത് കൊണ്ടാണ്. നമ്മളെ മുളക് മൂത്ത് വരുവാണ്, മൂത്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പുറകെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുകയാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുവാണേ. ഇഞ്ചിയും ഇതിൻ്റെ കൂടെ മസാലയിലൊന്ന് പിടിക്കണം. അതിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ സ്റ്റൗ ഓഫാക്കുവാണേ. കാര്യം പച്ചമുളകെല്ലാം ഇതായി. മുളക് പൊടി ഇട്ട് കൊടുക്കാനായിട്ട് സ്റ്റൗ ഓഫാക്കുക, അല്ലെങ്കിൽ മുളക് കരിഞ്ഞു പോകും. അതിടുക. ഉപ്പിട്ടിട്ടുണ്ട്. കായ ഇടുവാണേ. കായ ഇട്ട് കൊടുക്കുവാണേ. കായ ഇട്ട് നമ്മൾ ഇത് ഓൺ ചെയ്തില്ല, നല്ല ചൂടുണ്ട്, കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇനി നമുക്ക് ഈ പുളി ഇട്ട് കൊടുക്കാം. പുളി ഇടുവാണേ. പിന്നെ പുളി അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് നമ്മൾ ഒന്നുകൂടി സ്റ്റൗ ഓൺ ചെയ്യുവാണ്. അപ്പോൾ ഇത് നമ്മളിതിങ്ങനെ ഇളക്കി കൊടുക്കും. പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മറന്നു പോവല്ലേ. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ മറന്നു പോകാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കൂടെ നമ്മൾ വേപ്പില ഇട്ട് കൊടുക്കുവാണേ. മുളക് നമ്മുടെ ആവശ്യത്തിന് നമ്മൾ ഇടണം. ഒത്തിരി മുളക് വേണ്ടുന്നവർക്ക് എരിവും ഒക്കെ ആയിട്ടൊക്കെ നമ്മൾ സാധാ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് മിന്നാവരി ഒഴിച്ചാൽ മതി. എന്ന് വെച്ചാൽ പുളിയല്ലേ, അതുകൊണ്ട് സ്വല്പം ഒത്തിരി മിന്നാവരി ഒഴിച്ചാൽ മതി. ഒരു 2 സ്പൂൺ ഒഴിച്ചാൽ മതി. കൂടുതലായാൽ വിനാഗിരിയുടെ പുളിയും ഈ ഇരുമ്പും പുളിയുടെ പുളിയും ഇതെല്ലാം കൂടി ആകുമ്പോഴത്തേക്ക്
ശരി കുറച്ച് പുളി കുറഞ്ഞുണ്ട്. നമ്മൾ ആ വെള്ളം തിളപ്പിച്ച് അതിൻ്റെ അകത്തിട്ട് ആണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് പുളി കുറയും.